CPM-ന് ഏറ്റവും വലിയ ഒരു തിരിച്ചടി ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF-ന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ വർഷം BJP പിടിച്ചടക്കി എന്ന് പറയാം, ഭരണം പിടിച്ചടക്കി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായത് ആര്യ രാജേന്ദ്രൻ എന്ന CPM-ന്റെ വനിതാ നേതാവ്, അതായത് വനിതാ മേയറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മേയറുടെ വളരെ കാലത്തെ 5 വർഷം കൊണ്ട് തന്നെ അത് അവിടെ തിരുവനന്തപുരം കുട്ടിച്ചോറാക്കി എന്ന് പറയാം. കാരണം അത്രയ്ക്കും വലിയൊരു തോൽവിയാണ് CPM-ന് അല്ലെങ്കിൽ LDF-ന് തിരുവനന്തപുരത്തുണ്ടായത്. അപ്പോൾ അങ്ങനെ മേയർ സ്ഥാനത്ത് നിന്ന് വളരെ ചെറിയ പ്രായത്തിൽ മേയറായി. പിന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്ക് പല വിവാദങ്ങളുണ്ടായി, ഇടയ്ക്കിടയ്ക്ക് ഓരോ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു മേയറായിരുന്ന സമയത്ത് ആര്യ രാജേന്ദ്രൻ. മേയർ സ്ഥാനം കൈവിട്ടുപോയി, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തായി. പിന്നെ അടുത്തതായിട്ട് വരുന്നത് പിന്നെ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിലായിരിക്കുമ്പോഴാണ് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തേക്കോ അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് മാറുകയാണ്. വേറെ ഒരു രക്ഷയില്ല. MLA സ്ഥാനവുമായിട്ട് മത്സരിക്കാനോ സീറ്റും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അതൊക്കെ അങ്ങനെ പോയി. അപ്പോൾ അടുത്തത് സംഘടനാ പ്രവർത്തനത്തിൽ, അതായത് ഏറ്റവും ഉയർന്ന ഒരു പോസ്റ്റ് തന്നെ വേണമല്ലോ. കാരണം മേയറായിട്ടൊക്കെ തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലത്ത് മേയറായിട്ടൊക്കെ ഇരുന്ന ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് എന്തായാലും നല്ലൊരു പദവിയിൽ തന്നെയാണ്. അതാണ് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ഏതെങ്കിലും സ്ഥാനത്തേക്ക് വരും എന്നുള്ളത്. പക്ഷേ ആ ഒരു ആഗ്രഹം പോലും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം തച്ചുടച്ചു എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ അതിന് പ്രധാന കാരണക്കാരൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷാണെന്ന് പറയാം. കാരണം ആര്യ രാജേന്ദ്രൻ വരുന്നതിനെ ഏറ്റവും കൂടുതൽ കർശനമായിട്ട് എതിർത്തത്, കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചത് MV ഗോവിന്ദൻ ആണെന്ന് പറയാം. കാരണം MV ഗോവിന്ദന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ആര്യ രാജേന്ദ്രൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം എന്തായാലും ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് ചിന്താ ജെറോമിനെ യുവജനക്ഷേമ കാര്യത്തിലൊക്കെ ഇരുന്ന് ചെയർപേഴ്സണൊക്കെ ആയിരുന്ന ചിന്തോ ജെറോമിനെയാണ്. വളരെ പ്രമുഖയായ ഒരു വനിതാ നേതാവാണ്. DYFIയുടെ ഒക്കെ പ്രവർത്തനത്തിലും ഒക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. ചിന്താ ജെറോമിനെ മതി എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്നത്. അത് മറ്റുള്ളവർ കൂടി അംഗീകരിക്കേണ്ടി വന്നു എന്നാണ് പറയാൻ കേൾക്കുന്നത്. പിന്നെ M വിജിനാണ് പിന്നെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തെന്ന് പറയാൻ പറ്റില്ല, തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ തൃശ്ശൂർ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവും, ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുന്നത്. എന്തായാലും ഈ ഒരു പുതിയ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ചിന്താ ജെറോം വരുന്നത് വളരെ നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നില്ല. കാരണം നല്ലൊരു സംഘടനാ പാഠമുള്ള ഒരാൾ തന്നെയാണല്ലോ. നമുക്കിപ്പോൾ നേരത്തെയും നിരവധി ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ചിന്തയെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ചിന്ത വരുന്നത് വളരെ നല്ലൊരു തീരുമാനം. ആര്യ രാജേന്ദ്രൻ വരാതിരിക്കുകയും ചിന്ത വരികയും ചെയ്യുമ്പോൾ അത് നല്ലൊരു തീരുമാനമല്ലേ CPM എടുത്തിട്ടുണ്ടാവും? അല്ല, നല്ലൊരു തീരുമാനമാണോ അല്ലേ എന്നൊക്കെ വഴിയെ തന്നെ അറിയാം. ഇപ്പോഴത്തെ DYFIയുടെ അവസ്ഥ എന്താണെന്നും CPM-ന്റെ അവസ്ഥ എന്താണെന്നും പ്രതിപക്ഷത്ത് ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്നും, അപ്പോൾ അതിൽ നിന്നൊക്കെ കരകയറ്റി DYFI ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ചിന്തയ്ക്ക് കഴിയുമോ എന്നുള്ളത് നമുക്കറിയില്ല, അത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. പക്ഷെ ചേട്ടൻ പറഞ്ഞതുപോലെ ചിന്ത എല്ലാവർക്കും അറിയാം, ആര്യ രാജേന്ദ്രനെ അറിയാവുന്നതുപോലെ തന്നെ ചിന്തയെ എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അകത്ത് സ്വാഗതാർഹമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു വനിതയെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ സംസ്ഥാന ചുമതലയിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലേക്ക് ഒരു വനിതയെ കൊണ്ടുവരാൻ തയ്യാറായി എന്ന് പറയുന്നത് CPM-ന്റെയും DYFIക്ക് കൈയടി നൽകേണ്ട കാര്യം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. കാര്യം വനിതകൾക്കും എല്ലാവരും തുല്യരാണ്, വനിതകൾ നയിക്കട്ടെ എന്ന ചിന്താഗതിയിലേക്ക് എത്തുന്നെങ്കിൽ നല്ലതാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ വളരെ നന്നായി പെർഫോം ചെയ്ത്, അല്ലെങ്കിൽ വളരെ മികച്ച, നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിൽ ചിന്ത നന്നായി പെർഫോം ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, എവിടെ ചിന്തയെ വെട്ടണമെന്ന് CPM-കാർക്ക് നന്നായിട്ട് അറിയാം. അത് തന്നെയാണ് KK ശൈലജയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടത്. അവരെ ഒതുക്കാൻ വേണ്ടി അവർ നന്നായി പെർഫോം ചെയ്തത് കൊണ്ട് അവരെ വെട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ചിന്തയും നന്നായി മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച് ഇതിനു മുൻപ് ഇരുന്ന ആളുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചിന്ത അത്രയും നന്നായി ചെയ്തില്ലേ എന്ന ചോദ്യം ഉണ്ടായാൽ ചിന്തയുടെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി തീർന്നു എന്ന് പറയേണ്ടി വരും. കാര്യം ചിന്തയെ വെട്ടും, അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ചിന്ത അത്രയും നന്നായി പെർഫോം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അല്ല, അത് മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആര്യ രാജേന്ദ്രനെ വെട്ടുമ്പോൾ ആര്യ രാജേന്ദ്രനെ വലിയൊരു പ്രതീക്ഷയോട് കൂടിയായിരുന്നു മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷെ എല്ലാം കൊളമാക്കി കൈ കൊടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ ആര്യ രാജേന്ദ്രനെ വരുകയാണെങ്കിൽ അത് ശരിയാവില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് ഇപ്പൊ തന്നെ ക്ഷീണമാണ്, അല്ലെങ്കിൽ DYFIക്ക് ആണെങ്കിൽ എല്ലാത്ത വർഷം ഈ CPM-ന്റെ ഒരുവിധം എല്ലാ ക്ഷീണവും മാറണമെങ്കിൽ വീണ്ടും ആര്യ രാജേന്ദ്രനെ കൊണ്ടുവന്നാൽ അത് തിരിച്ചടിയാവും എന്നുള്ളൊരു
മുൻകൂട്ടി കണ്ടതാണ്ടായിരിക്കും ചിലപ്പോൾ. ആയിരിക്കാം. ആര്യയെ കൊണ്ടുവരുന്നത് ശരിയാകില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടമായതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രനാണ്. പിന്നെ എം വി ഗോവിന്ദനാണ് ആര്യയെ തള്ളിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം പ്രവർത്തന പരിചയം കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമുണ്ട്, ആര്യ രാജേന്ദ്രൻ മേയർ ആകുന്നത് എത്രാം വയസ്സിലാണ്? അവർക്ക് അപ്പോൾ മേയറാകാനുള്ള എന്ത് പ്രവർത്തന പരിചയമായിരുന്നു ഉണ്ടായിരുന്നത്? അന്ന് പറഞ്ഞ ന്യായീകരണങ്ങളൊക്കെ തീർന്നു. അപ്പൊ ആര്യ രാജേന്ദ്രൻ ഒരു പരാജയമാണെന്നാണ് പരാജയപ്പെട്ട മേയറാണെന്ന് ഇവർ സമ്മതിക്കട്ടെ. പരാജയപ്പെട്ട മേയറെന്നല്ല, മേയർ സ്ഥാനത്ത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ഥാനത്ത് പോലും കൊടുക്കാതിരിക്കുമ്പോൾ ആര്യ പരാജയമാണെന്നാണോ പറയുന്നത്? പരാജയമാണ് എങ്കിൽ 5 വർഷം കൊണ്ടല്ലോ ആര്യ പരാജയമാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞത്. അപ്പൊ അതിനു മുൻപ് എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മറ്റൊരാളെ മേയറാക്കി ആര്യയെ ഒഴിവാക്കിയില്ല എന്ന ചോദ്യമൊക്കെ ഇനിയിപ്പോ വരും. അതൊക്കെ എം വി ഗോവിന്ദൻ മറുപടി പറയേണ്ട ചോദ്യമാണ്. മറ്റൊരു കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട്, CPM-ൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. CPM-ൽ അഴിച്ചുപണി ഉണ്ടാകുമ്പോഴും പിണറായി വിജയൻ എം വി ഗോവിന്ദനെ മാറില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു തീരുമാനത്തിലൂടെ ഒരു കാര്യം കൂടി ഉറപ്പിച്ച് നമുക്ക് പറയാം, എം വി ഗോവിന്ദൻ തീരുമാനിക്കും, പാർട്ടി അത് കേൾക്കും. എം വി ഗോവിന്ദന്റെ അതിപ്പോ ഏകാധിപത്യ ശൈലിയാണെന്ന് നിങ്ങൾ വിലയിരുത്തിയാൽ അങ്ങനെ വിലയിരുത്താം. എങ്ങനെയായാലും എം വി ഗോവിന്ദൻ പറയുന്ന രീതിയിൽ, എം വി ഗോവിന്ദനും പിണറായി വിജയനും പറയുന്ന രീതിയിൽ തന്നെയായിരിക്കും പാർട്ടി മുന്നോട്ട് പോകുക. കഴിഞ്ഞ 10 വർഷം പാർട്ടി എങ്ങനെയാണോ മുന്നോട്ട് പോയത് അതേ രീതിയിൽ മാത്രമേ പോകും. ആളുകളിലൊക്കെ മാറ്റങ്ങൾ മാറ്റം വരാൻ പോകുന്നില്ല. ഇനിയിപ്പോ ചിന്തയാണ് സംസ്ഥാന പ്രസിഡന്റ് എങ്കിൽ ചിന്ത ശ്രദ്ധിക്കേണ്ട കാര്യം, സംസാരിക്കുമ്പോൾ എഡിറ്റ് ചെയ്ത് സംസാരിച്ചാൽ പല വിവാദങ്ങളും അല്ലാതെയാണ് പഴയ അതേ വളരെ മോശമായിട്ടുള്ള പല വിവാദങ്ങളുമാണ് പഴയ അതേ ശൈലിയിലാണ് ചിന്ത സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുഴുവൻ ട്രോളുകളായും പിന്നീട് വിവാദങ്ങളായും ഒരു വിവാദം സംഘടനയ്ക്ക് തന്നെ തിരിച്ചടിയാവും. ഇപ്പോ CPM-ന്റെ അവസ്ഥ എന്ന് പറയുന്നത് സർക്കാരിനെതിരെ എന്ത് പറയുന്നു അല്ലെങ്കിൽ സർക്കാരിനെതിരെ എന്ത് പറയാൻ വാ തുറന്നാലും CPM-ന് തന്നെ തിരിച്ചടിയാകുന്ന ഒരു രീതിയാണ്. ചിന്ത പഴയ രീതിയിൽ സംസാരിക്കുകയാണ് എങ്കിൽ അതും കൂടി ന്യായീകരിക്കേണ്ട ഒരു ബാധ്യത പാർട്ടിക്കുണ്ടാകും. കാര്യം ഇതിനു മുൻപ് പല വിഷയങ്ങൾ, ഒരു വിഷയങ്ങളല്ല പല വിഷയങ്ങൾ ചിന്ത സംസാരിച്ചിരുന്ന, ചിന്ത പറഞ്ഞ കാര്യങ്ങൾ, പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാകട്ടെ, അമ്മയുടെ ജിമിക്കി കമ്മലും അപ്പന്റെ ബ്രാൻഡി കുപ്പി ആകട്ടെ, ഇതിനപ്പുറത്തേക്ക് വളരെ വിവാദമായ നമ്മൾ പറയാത്ത പല അല്ലെങ്കിൽ പൊതു ചർച്ചയ്ക്കൊന്നും എടുക്കാത്ത പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ ചിന്ത അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെല്ലാം വിവാദങ്ങളിൽ തന്നെയായിരിക്കും. തൊട്ടതെല്ലാം വിവാദമാകുന്ന ഒരു അവസ്ഥയിലേക്കും പോകും. അത് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒരിക്കലും നല്ലതല്ല. ഒരു വശത്ത് CPM ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു വനിതയെ ഉയർത്തിക്കാട്ടുന്നു. അത് നല്ലൊരു തീരുമാനമാണ്. അവിടെ CPM ചിന്തിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു വനിതയെ കൊണ്ടുവന്നാൽ അത് സ്ത്രീകളെ ഒപ്പം കൂട്ടാൻ സഹായിക്കും. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ്. ഈ മറുവശത്ത് UDF ചെയ്തത് എന്താണ്, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പോലും സ്ത്രീകൾക്ക് മുൻഗണന നൽകി, സ്ത്രീകളെയാണ് അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത്. എവിടെയും ഏറ്റവും കൂടുതൽ കത്തി നിൽക്കാൻ കഴിയുന്നത് സ്ത്രീകൾക്കെതിരായ ഒരു പരാമർശം മറു പാർട്ടിയിലുള്ളവർ നടത്തിയാൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റും പാർട്ടിക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ്, രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സ്ത്രീകളാകുന്നത്. അപ്പോഴും ആര്യ രാജേന്ദ്രനെ വെട്ടിയത് പാർട്ടിക്കകത്ത് ആര്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ടാകും. അതെന്തായാലും ചർച്ച ചെയ്യപ്പെടും. ആര്യ എന്തുകൊണ്ട് ഒഴിവാക്കി? ചിന്ത ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടി സംഘടനാ പ്രവർത്തനത്തിൽ പരിചയമുള്ള ആളെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. സംഘടനാ പ്രവർത്തനത്തിൽ പരിചയമുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷെ വാ തുറന്നാൽ കയ്യിൽ നിന്ന് പോകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇതിനിടെ പിന്നെ എം വി ഗോവിന്ദൻ വേറൊരു തീരുമാനം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം DYFI-യിൽ 38 വയസ്സ് എന്ന പ്രായപരിധി വെക്കുകയാണ്. അതിന്റെ മുകളിലോട്ടുള്ള എല്ലാവരെയും ഒഴിവാക്കണം എന്നുള്ള കർശന തീരുമാനത്തിലേക്ക് പോകുന്നതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെയാണ് മാറ്റം. അല്ല, അതുകൊണ്ട് വേറൊരു പ്രശ്നമുണ്ട്. കാരണം ഇത്രയും കാലം പിന്നെ 38 വയസ്സിന് അതിനോട് അടുപ്പിച്ചുള്ള വയസ്സുള്ള പല നേതാക്കളും, ഇത്രയും വർഷം പ്രവർത്തിച്ച് പരിചയമുള്ള പല നേതാക്കളും ഉണ്ടായിരുന്നു. കാരണം ഒരു സ്ഥാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദവി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി. പക്ഷെ അവരിലൊക്കെ ഒരു അമർഷം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വെറുപ്പുണ്ടാക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. കാരണം യുവാക്കൾ മാത്രം മതി എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇനി വരാൻ പോകുന്നു തോന്നുന്നു പാർട്ടിക്ക്. ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യമുണ്ട്. ചേട്ടൻ പറഞ്ഞതുപോലെ കുറെ കാലമായി പാർട്ടിയിൽ നിൽക്കുന്ന, ഇനി അടുത്ത കമ്മിറ്റിയിൽ പരിഗണിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ. ആരുടെയും പേരൊന്നും പറയുന്നില്ല. അവർ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ആർക്കൊപ്പമാണ് നിന്നത് എന്നൊരു ചോദ്യമുണ്ട്. പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒപ്പം നിന്നോ, അതോ പിണറായി വിജയനും എം വി ഗോവിന്ദനും എതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? പിണറായി വിജയനും എം വി ഗോവിന്ദനും എതിരെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമാണ്. ശൈലജയുടെ ഒക്കെ അവസ്ഥ ഒന്നുമില്ല. ഇനിയിപ്പോ ചിന്തയെ തന്നെ ആക്കിയെന്നിരിക്കട്ടെ, ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ചിന്ത സംസാരിക്കുമ്പോൾ പിണറായി വിജയനും എം വി ഗോവിന്ദനും എതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ചിന്തയെ എപ്പോ വെട്ടണമെന്നും ഇവർക്ക് നന്നായിട്ട് അറിയാം. കാര്യം ഇതിപ്പോ
ശൈലജയുടെ വിഷയത്തിലായാലും ഇവർക്കെതിരെ സംസാരിച്ചിട്ടുള്ള ആളുകളുടെ വിഷയത്തിലായാലും ജി സുധാകരനെ കാണാതിരുന്നതിന്റെ വിഷയം അതൊക്കെ എന്തായിരുന്നു? അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ എം വി ഗോവിന്ദനും പിണറായി വിജയനും എന്ത് തീരുമാനിക്കുന്നു അത് മാത്രമേ നടക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. ഞാൻ മനസ്സിലാക്കി വെച്ച് ആര്യ രാജേന്ദ്രൻ നല്ലൊരു മേയറാണെന്നോ നന്നായി സംസാരിക്കുന്ന ആളാണെന്നോ രാഷ്ട്രീയം പറയുന്ന ആളാണെന്നോ ഒന്നും ഒരു അഭിപ്രായം എനിക്കില്ല. എന്നാൽ ആര്യ രാജേന്ദ്രൻ ആയിരുന്നെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക്, ഇതിപ്പോ ചിന്ത തുറന്നാൽ അല്ലെങ്കിൽ പ്രസംഗിച്ചാൽ തന്നെ വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ചിന്ത എഡിറ്റ് ചെയ്തൊക്കെ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ വളരെ കുറച്ച് പ്രസംഗങ്ങൾ മാത്രമേ ചിന്ത കാണാറുള്ളൂ. അപ്പൊ പ്രസംഗിക്കുന്നതൊക്കെ പല ട്രോളുകളും വൈറലും ഒക്കെ ആവുന്ന പ്രസംഗങ്ങളൊക്കെയാണ് നടത്താറുള്ളത്. ഇനിയിപ്പോ ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ, ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നതോടുകൂടി സ്ഥിരമായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പൊ ഇനി എന്തൊക്കെ ട്രോളുകൾ വരാൻ പോകുന്നുള്ള കണ്ടിരിക്കും. ട്രോളുകൾ പ്രശ്നമില്ല, ട്രോളുകൾ നമുക്ക് അതങ്ങ് പോകും. ട്രോളുകൾ പല വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വാവിട്ട വാക്കും കൈവിട്ട ആയുധം ഒരുപോലെയാണ്. പിന്നെ ഇവർ മാപ്പൊക്കെ പറഞ്ഞാലും, അതിപ്പോ ആരായാലും എന്തെങ്കിലും പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞാലും അതൊക്കെ ജനങ്ങൾ കേൾക്കും. മാപ്പ് പറഞ്ഞതൊക്കെ കേൾക്കും, അല്ലെങ്കിൽ മാപ്പ് അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പോലും പിന്നീട് അവരെ കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില സംസാരത്തിന്റെ ഭാഗങ്ങൾ വരും. ആർഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത്, ആർഷോയെ പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർക്കുന്നത് ആർഷോ പറഞ്ഞ പരാമർശങ്ങളാണ്. അപ്പൊ അത്തരം വിവാദത്തിലേക്ക് CPM ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു മാറ്റം കൂടി വരുമ്പോൾ ആ ഗതികേട് വർദ്ധിപ്പിക്കുമോ അതോ ആ ഗതികേടിന് ശമനം ഉണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയാം.